ആണ് ടോം, നമ്മൾ ഈ പറഞ്ഞു വന്നത് ഈ പോലീസിന്റെ സ്വാധീനം ഒപ്പം ഇവരുടെ ഈ പ്രതിയുടെ ഉന്നത ബന്ധങ്ങൾ ഇത് ചേർത്ത് വെച്ചായിരുന്നു. ഇവിടെയാണ് അഭിഭാഷകൻ എന്ന് പറഞ്ഞ റോളിൽ ഒരാൾ കടന്നു വരുന്നത്. ഫെനി ബാലകൃഷ്ണൻ നമുക്കറിയാം, നേരത്തെയും പ്രമാദമായ പല വിഷയങ്ങളിലും ആരോപണ വിധേയനായ ആളാണ്. ഈ സമൂഹ മധ്യത്തിലൊക്കെ ഇയാൾ ഏത് തരത്തിലാണ് ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടത് എന്നൊക്കെയുള്ള ഇപ്പോഴും നമ്മുടെ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. ഇവിടെയും ഇത്തരം ചില ഇടപെടലുകൾ നടത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു. കോൾ റെക്കോർഡ്സ്, മെസ്സേജുകളൊക്കെ ഇവരുടെ പക്കലുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ തരത്തിലും സ്വാധീനം ചെലുത്തി ഈ കേസ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഈ കേസിന്റെ മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്താൻ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും നമ്മൾ പറഞ്ഞു നിർത്തിയത് രഞ്ജിത്ത്, ഈ മാതാ പോലീസില് ഈ മാതാപിതാക്കൾ ഈ പോക്സോ കേസ്, അതായത് കുട്ടികൾ, ഈ മൂത്ത കുട്ടി, അതായത് മൂത്ത പെൺകുട്ടി പീഡനത്തിന് ഇരയായതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. പിന്നീട് ഈ അച്ഛന്റെ, മുത്തച്ഛന്റെ അറസ്റ്റ് ഉണ്ടാകുന്നു. 30 ദിവസത്തോളം ജയിലിൽ കിടക്കുന്നു. പിന്നീടാണ്, അതിനുശേഷമാണ് ഈ ജയിലിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത്. ആ ജയിലിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ, ഈ പ്രതിയുടെ അഭിഭാഷകൻ, ഈ കുടുംബത്തെ, ഈ കുട്ടികളുടെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതായത് അവര് നിരപരാധിയാണ്, അതുകൊണ്ടാണ് ജാമ്യം കിട്ടിയതെന്ന് ഒരു പ്രതീതി നാട്ടിലെങ്ങാനും എമ്പാടും സൃഷ്ടിക്കുന്നു. ഇതിനുശേഷം, അതായത് പിന്നീടാണ് ഈ പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന് മനസ്സിലാക്കി ചൈൽഡ് ലൈനും CWC ഒക്കെ അവരുടെ വീട്ടിലെത്തുന്നു. ഈ 2 പെൺകുട്ടികളെയും അവർ കൗൺസിലിംഗ് നടത്തുന്നു. അന്നേരമാണ്, ആ സമയത്താണ് ഈ രണ്ടാമത്തെ ഇളയ പെൺകുട്ടിയും പീഡനത്തിനിരയായ വിവരം അറിയുന്നത്. അതായത് ഈ കുട്ടികൾ ഭയന്നിരിക്കുകയാണ്. മുത്തച്ഛനെ കാണുമ്പോൾ അവർക്ക് ഭയമാണ്, സമൂഹത്തെ എമ്പാടും കാണുമ്പോൾ ഭയമാണ്. പക്ഷെ കൗൺസിലിംഗില് ഈ മൂന്നാമത്തെ കുട്ടിയും ലൈംഗിക ചൂഷണത്തിന് ഇരയായെന്ന് വ്യക്തമായി. ഡോക്ടറുടെ റിപ്പോർട്ടുണ്ട്, ചൈൽഡ് ലൈനിന്റെ റിപ്പോർട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ചൈൽഡ് ലൈൻ പോലീസിൽ പരാതി കൊടുക്കുന്നു. ഈ ചൈൽഡ് ലൈനിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും, FIR രജിസ്റ്റർ ചെയ്തെങ്കിലും, പക്ഷെ യാതൊരു രീതിയിലും പിന്നീട് ആ കേസ് മുന്നോട്ട് പോയില്ല. അതിനിടെ ഈ പ്രതിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നു. അതായത് ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും ചൈൽഡ് ലൈൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചെങ്കിലും യാതൊരു മറുപടിയും കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കേസ് അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായി. ഇവരെ സമ്മർദ്ദം ചെലുത്തി ഈ കേസിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായി. ഏറ്റവും ഒടുവിലാണ് കള്ളക്കേസ്, ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു കള്ളക്കേസ് സൃഷ്ടിക്കുന്നത്, ഒരു പരാതിക്കാരിയെ, വ്യാജ പരാതിക്കാരിയെ കൊണ്ടുവരുന്നത്. അതേ തുടർന്ന് ഈ മാസം 8-ാം തീയതി, അതായത് ഈ മെയ് 8-ാം തീയതി ഇവരുടെ വീട്ടിലെത്തുന്നു. ഇവർ ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തേക്ക് താമസം മാറിയിരിക്കുകയാണ്. അതായത് പ്രതിയുടെയും മറ്റുള്ളവരുടെയും ഭീഷണിയും സമ്മർദ്ദവും കാരണം എറണാകുളം കേസുമായി ബന്ധപ്പെട്ട, കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇവർ തിരിച്ച് ഡൽഹിയിലേക്ക് പോയിട്ടില്ല. ഇവർ ഇപ്പോൾ എറണാകുളത്തുണ്ട്. എറണാകുളത്ത് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അവിടെ മാന്നാർ പോലീസ് എത്തി 8-ാം തീയതി അച്ഛനെയും അമ്മയെയും, ഈ കുട്ടികളുടെ അച്ഛനെയും അമ്മയെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള നീക്കമുണ്ടായി. അതിനിടെയാണ് ഇവരുടെ അയൽവാസിയായിട്ടുള്ള അഭിഭാഷകൻ അഡ്വക്കേറ്റ് മനു വിൽസൺ ഈ കേസിൽ ഇടപെടും. തൊട്ട് സമീപത്താണ് ഈ അഡ്വക്കേറ്റ് മനു വിൽസൺ താമസിക്കുന്നത്. ആ സമയത്ത് എന്തുകൊണ്ടായി മനു വിൽസൺ ഈ കേസിൽ ഇടപെടുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഒരു അറസ്റ്റ് ചെയ്യാൻ എത്തിയതെന്ന് ചോദിച്ചപ്പോൾ 2 പേരും ഒരു കമ്പനിയുടെ MD-മാരാണ്. അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് ഇവർക്കെതിരെ ഉണ്ട്. അറസ്റ്റ് ചെയ്യാൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം എത്തിയതാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിന്റെ സമൻസ് ഉണ്ടോ, നോട്ടീസ് ഉണ്ടോ? നോട്ടീസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. മാത്രമല്ല, ഈ അച്ഛൻ, ഈ കുട്ടികളുടെ അച്ഛൻ ഈ സ്ഥാപനത്തിന്റെ, ഈ കമ്പനിയുടെ MD അല്ല, അമ്മ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. അച്ഛൻ 1-ാം പ്രതിയും അമ്മയെ 2-ാം പ്രതിയുമാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ. കുട്ടികളുടെ അച്ഛനെയും അമ്മയും 1ഉം 2ഉം പ്രതികളാക്കി. പിന്നീട് അന്ന് അച്ഛനെ കൊണ്ടുപോകുന്നില്ല, അമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു പറയുന്നു. അപ്പോൾ ആ സമയവും നിങ്ങൾ സമൻസ് ഇല്ലാതെ കൊണ്ടുപോകാൻ, നോട്ടീസ് ഇല്ലാതെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അഡ്വക്കേറ്റ് മനു വിൽസൺ ഈ നിലപാട് സ്വീകരിച്ചതോടെ, ശക്തമായി വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി അന്ന് രാത്രി അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ രാത്രി മുഴുവനും 2 പോക്സോ കേസിലെ ഇരകളായിട്ടുള്ള കുട്ടികളുടെ വീട്ടിൽ പോലീസ് തമ്പടിക്കുന്നു, വനിതാ പോലീസ്. കുട്ടികളുടെ നമുക്കറിയാം, കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ ഇതിലൊക്കെ സാക്ഷികളാണ്. ഈ പോക്സോ കേസിൽ ഇരകളായ കുട്ടികൾ ഇതിന്റെ സാക്ഷികളാണ്. മാതാപിതാക്കളെ ഈ പറഞ്ഞ നോട്ടീസില്ലാതെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസാണ്. അവരെ കുട്ടികളുടെ മുന്നിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിനൊക്കെ നമുക്ക് നിയമ സംവിധാനങ്ങളുണ്ട്. അങ്ങനെയൊന്നും പാടില്ല എന്ന് വളരെ കൃത്യമായ നിർദ്ദേശങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള സമ്മർദ്ദത്തിന്റെ പുറത്ത് ഇങ്ങനെ ഏത് വിധേനയും ഇവരെ ഈ കേസിൽ നിന്ന് പിന്മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇത്ര വലിയ സമ്മർദ്ദം ചെലുത്തുന്നത്, അത് പോലീസിനെ ഏത് തരത്തിൽ ഇവർ സ്വാധീനിച്ചു കാണും എന്നുള്ളത് നമുക്ക് എവിഡന്റ് ആണ്. അത് ഏതൊക്കെ തലങ്ങളിലാണ് ഈ സ്വാധീനം ഉണ്ടായത് എന്നതും വളരെ വ്യക്തമാണ്.
തീർച്ചയായും, കാരണം അതൊക്കെ പരിശോധിക്കേണ്ടതാണ്. അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണന്റെ മാത്രം ഇടപെടലല്ല, മറ്റു ഉന്നത ഇടപെടൽ ഉണ്ടാകാം. അതല്ലെങ്കിൽ ഒരു പോക്സോ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി, പരാതി പിൻവലിക്കുന്നതിന് വേണ്ടി ഈ രീതിയിലുള്ള സമ്മർദ്ദം എങ്ങനെ ഉണ്ടാകുന്ന ചോദ്യം ബാക്കിയാണ്. കാരണം ഈ മുത്തശ്ശൻ, കുട്ടികളുടെ മുത്തശ്ശൻ പ്രതിയായിട്ടുള്ള വ്യക്തി മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് വലിയ ബന്ധങ്ങളുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയിലെ ഒരു ആശ്രമവുമായി അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ ഉന്നതരുമായിട്ടും പോലീസ് ഉന്നതരുമായി ബന്ധമുണ്ട് എന്നാണ് ഇവർ തന്നെ, ഈ പ്രതിയുടെ മക്കൾ തന്നെ ആരോപണം ഉന്നയിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് ഈ കുട്ടികളുടെ അമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. പിന്നീട് അന്ന് രാത്രി വരെ ഇവരെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയില്ല. പിന്നീട് രാത്രിയിൽ കോടതിയിൽ ഹാജരാക്കുന്നു. പിറ്റേ ദിവസം വീണ്ടും കോടതിയിൽ എത്താൻ പറയും. കാരണം രാത്രിയാണ്. പിറ്റേ ദിവസം ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാകാൻ വേണ്ടി പറയുന്നു. അതുവരെ, അതായത് ആ ഒരു ദിവസം, ഒരു രാത്രിയിൽ ഇവർക്ക് ജാമ്യം ലഭിക്കുന്നുണ്ട്, ജാമ്യം കിട്ടുന്നുണ്ട്. പിന്നീട് ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരായപ്പോൾ ഇവരുടെ ജാമ്യം റദ്ദാക്കി റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് ഈ സ്ത്രീയെ. അതായത് പോക്സോ കേസിലെ ഇരകളായിട്ടുള്ള കുട്ടികളുടെ അമ്മയെ റിമാൻഡ് ചെയ്യുന്നു. 3 ദിവസം അവർ ജയിലിൽ കിടക്കുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇവർ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത്. ഈ പുറത്തിറങ്ങിയ ശേഷം ഇപ്പോഴും ആ കുട്ടികൾ അവരനുഭവിച്ച ലൈംഗിക ചൂഷണത്തിന്റെ, ആ ലൈംഗിക അതിക്രമത്തിന്റെ ആ മാനസികാവസ്ഥയിൽ നിന്ന് മുക്തരായിട്ടില്ല. അതേ തുടർന്ന് അവരുടെ അച്ഛനെയും അമ്മയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവരുടെ വീട്ടിൽ പ്രതിയെ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പ്രതിയുടെ ഗുണ്ടകളുടെ ഭാഗത്തു നിന്ന് അതിക്രമം ഉണ്ടാകുന്നുണ്ട്. പിന്നാലെയാണ് സ്വന്തം അമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്, പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കാണേണ്ടി വന്നത്. ഇപ്പോഴും അതിന്റെ ഞെട്ടലിലാണ്, അതിന്റെ മാനസികമായി വലിയ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, 2, 8, 9 വയസ്സായ 2 കുട്ടികളെ പീഡിപ്പിച്ച ഒരു കേസാണ് ഇത്. ഇതുവരെ പക്ഷേ ഇതിൽ വിചാരണ ആരംഭിച്ചത് ഒരു കേസിൽ മാത്രമാണ്. ചൈൽഡ് ലൈനിന് ഇവർ നേരിട്ട് പരാതി നൽകിയിരുന്നു. ഇവരോട് പലപ്പോഴും ചൈൽഡ് ലൈൻ പ്രവർത്തകർ പറഞ്ഞത് പോലീസ് ആവശ്യമായ ഡോക്യുമെന്റ്സ് നൽകുന്നില്ല, അന്വേഷണത്തോട് ഒരു വിധത്തിലും സഹകരിക്കുന്നില്ല എന്ന് പറയുന്നു. അതായത് ഈ ചൈൽഡ് ലൈൻ നൽകിയ പരാതിയിൽ ഇതുവരെ യാതൊരു നടപടിയുമില്ല. ഇതാണ് വ്യക്തമാകുന്നത്. അതാണ് ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിയമ സംവിധാനം, നമ്മുടെ സമൂഹം വളരെ ഗൗരവതരമായി ഈ വിഷയങ്ങളെ കാണുമ്പോഴും, പോക്സോ കേസുകളെ കാണുമ്പോഴും ഇത്തരം ഇടപെടലുകൾ, സ്വാധീനങ്ങൾ സംഭവിക്കുന്നു. അത് ഈ കേസുകൾ അട്ടിമറിക്കാൻ ഇടയാകുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ അമ്മയുടെ വാക്കുകൾ.